എല്ലാവർക്കും സുഖമാണോ? ഇപ്പം ട്രെൻഡിങ് ആയിരിക്കുന്ന ബൺ മസ്ക നമ്മുടെ വേഷനിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? എന്നാൽ തുടങ്ങിയാലോ? ഇതിൻ്റെ മെയിൻ സാധനമായിട്ടുള്ള ബണ്ണ് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി നമുക്ക് ഇഡ്ഡലിച്ചെമ്പി വെച്ച് ആവിയേറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ക്രീം റെഡിയാക്കിയാലോ? ഒരു 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറും മധുരത്തിന് ആവശ്യമായ കണ്ടൻസ് മിൽക്കും പിന്നെ സ്വല്പം വാനില എസൻസും ഇട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. മധുരത്തിൻ്റെ ടേസ്റ്റ് നോക്കി കണ്ടൻസ് മിൽക്ക് പിന്നെ ആഡ് ചെയ്യാം കേട്ടോ. ഇത് മിക്സ് ആയി കഴിയുമ്പോഴത്തേക്കും കുറച്ച് നേരം റെഫ്രിജറേറ്ററിൽ വെക്കണം. അപ്പോഴേക്കും നമ്മൾ ആവിയേറ്റാൻ വെച്ച് നമ്മുടെ ബണ്ണ് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ജസ്റ്റ് കൈകൊണ്ട് എടുക്കാൻ പറ്റുന്ന പരുവാകുമ്പോഴത്തേക്കും ബണ്ണ് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ ഡയറക്റ്റും ചെയ്യാം, അല്ലെങ്കിൽ ബട്ടറിലൊന്ന് ടോസ്റ്റ് ചെയ്ത് ചെയ്യാം കേട്ടോ. ഓവർ ബട്ടറി ടേസ്റ്റ് വേണ്ടെന്ന് ഓർത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ ആട്ടോ ചെയ്തത്. പിന്നെ ശരിക്കും ബട്ടറിലൊന്ന് ബണ്ണ് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആണ് കേട്ടോ. പിന്നെ നിങ്ങൾ ക്രീം ഫില്ല് ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് ഫില്ല് ചെയ്യണം, നല്ല ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ബൺ മസ്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കൊച്ചിയിൽ പോണിത് കഴിക്കാമെന്ന് ഓർത്തപ്പോൾ വീക്കെൻഡിൽ പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ടേസ്റ്റ് ചെയ്താൽ കൊടുത്തു. അമ്മമാർ ആദ്യം തന്നെ ടേസ്റ്റ് ചെയ്യട്ടെന്ന് ഓർത്ത് അവർക്കാണ് ആദ്യം കൊടുത്തത്. അവർക്ക് രണ്ടുപേർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. സൂപ്പർ എന്നുള്ള ഓവർ എക്സ്പ്രഷനൊക്കെ ഉണ്ടെങ്കിലും സാധനം നല്ലതാണ് കേട്ടോ. അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി ചായ കപ്പിൾസിൻ്റെ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ആണ്.